എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. വേറൊന്നിനുമല്ല, അവിടെ പോയി രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളിതിനു മുമ്പ് പോയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ലൊക്കേഷൻ അറിയില്ല. ഒരു 2 hours ജേർണി ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. രാവിലെ വലിയ തിരക്കുകളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ട്രാഫിക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യെ പാട്ടൊക്കെ കേട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. രാമശ്ശേരി ഇഡലി നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ. ഇഡലി എന്ന പേരിഡലി എന്നാണെങ്കിലും അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു ചെറിയ ദോശ പോലെയാണ്. പക്ഷേ അത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിയും സാമ്പാറും ഒക്കെ വേറെ ഒരു എന്താ പറയുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. ഈ രാമശ്ശേരി എന്ന് പറയുന്നത് തന്നി നാട്ടുംപുറമാണ്. ഇതാണ് ആ ഒരു ചായക്കട. രാമശ്ശേരിയിലെ നമുക്ക് രാമശ്ശേരി ഇഡലി കിട്ടുന്ന ശ്രീ സരസ്വതി ടീ സ്റ്റോൾ എന്ന് പറഞ്ഞ ചായക്കട. ഇവിടെ ഇതിനു മുമ്പ് വന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. രാമശ്ശേരി പോഷോലിക്കുന്നതാണ്. ഉഴുന്നുകൂടിയോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ദോശ പോലെയാണ് ഈ രാമശ്ശേരി ഇഡലി ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ള എല്ലാ കറികൾക്കും പ്രത്യേക ടേസ്റ്റായിരുന്നു. ആ വടയുടെ കാര്യം പറയണ്ട, നല്ല കിണ്ണം കാച്ചി ക്രിസ്പി വടയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 2 പ്രാവശ്യം വട മേടിച്ച് കഴിച്ചു. ഇഡലി ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. രാമശ്ശേരി ഇഡലി കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു ചായക്കട വരുന്നത് രാമശ്ശേരിയിലെ ഒരു എന്താ പറയുക, ഭയങ്കര വൈബുള്ളൊരു സ്ഥലത്താണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാണത്തില്ലേ ചായക്കടയുടെ മുന്നിലിരിക്കുന്ന അപ്പച്ചന്മാർ, അതുപോലെ കുറേ അപ്പന്മാരൊക്കെ ഇതിൻ്റെ വാതിക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഒരു തിരക്കും ഇല്ലായിരുന്നു അവിടെ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന അപ്പൂപ്പനാണ് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും എടുത്തു തന്നത്. ഇതേ ഞങ്ങൾക്കുള്ള പാഴ്സൽ പുള്ളി ഒരു വാഴയിലക്കകത്ത്, പേപ്പറിൻ്റെ അകത്തൊരു വാഴയിലുണ്ട് കേട്ടോ, വാഴയിലക്കകത്ത് വെച്ച് പൊതിഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവരുടെ അടുക്കളയിലൊക്കെ കയറി. അടുക്കള പഴയ അടുക്കളയാണ്. കണ്ടോ, ഈ ട്രഡീഷണൽ പാത്രത്തിലാണ് അവർ ഈ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത്, ഈ ദോശയുടെ ഷേപ്പിലുള്ള ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞത് കൊണ്ട് അവർ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, ഒരു ഐഡിയ കിട്ടുമല്ലോ. ഈ കുട്ടകമല്ല യൂസ് ചെയ്യുന്നത്, ഇതാണ് ഇവർ ഈ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുടവാണ്. അതിൽ ആണ് അവർ ഒരു ഇലയൊക്കെ വെച്ചിട്ട് അതിലാണ് ഇഡലി ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ശ്രീ സരസ്വതി ടീ സ്റ്റോൾ, രാമശ്ശേരിയിലുള്ള ഈ ഒരു സരസ്വതി ടീ സ്റ്റോളിലാണ് ഞങ്ങൾ പോയത്. ഭയങ്കര കാറ്റായിരുന്നു, ഒരു മഴയുടെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. തന്നി നാട്ടിൻപുറം, അവിടെ ഇങ്ങനെ ഒരു ചായക്കട, രുചികരമായ ഫുഡും, പിന്നെ പറയണ്ടല്ലോ വൈബിൻ്റെ കാര്യം. വടക്കായിരിക്കും.
ഇനി നമ്മൾ കയറാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ട്രാൻസ്പോർട്ട് ടണലായിട്ടുള്ള കുതിരാൻ ടണൽ. പാലക്കാട്, തൃശ്ശൂർ, കോയമ്പത്തൂർ നാഷണൽ ഹൈവേയിലാണ് ഈ ഒരു ടണൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയോ ചെന്ന പോലത്തെ ഫീലാണ്. ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ടത്തുള്ള ഇവരുടെ ഒരു ലൈറ്റിങ് സെറ്റപ്പൊക്കെ ഭയങ്കര അടിപൊളി ഫീലാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 ട്യൂബ് പോലെയാണ്, അങ്ങോട്ടും ടു ആൻഡ് ഫ്രോ. ഒരു ട്യൂബിൽ 3 ലെയിൻസ് ആണുള്ളത്. ഒരേ സമയം 3 ലെയിൻസിലൂടെ വണ്ടികൾക്ക് പോകാം. അപ്പുറത്തെ ടണലിലും 3 ലെയിൻസ് അങ്ങോട്ട്. ടോട്ടൽ 6 ലെയിനാണ് 2 ട്യൂബിലും ഉള്ളത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടണലിൽ കൂടെ കയറി കഴിയുമ്പോൾ. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയായിരുന്നു, അതാണ് ഇടയ്ക്ക് ലൈറ്റ് നിന്ന് പോയത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ടണൽ 2014 കേട്ടോ ഈ ടണലിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2021 ഓപ്പൺ ആയി കിട്ടിയത്. ആ ടണൽ അവസാനിക്കുമ്പോൾ ഈ എക്സിറ്റ് ഉണ്ടല്ലോ, ഇതും ഭയങ്കര രസമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടി രസമാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.